സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം കൊല്ലത്ത് സമാപിച്ചു. CPM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തുടരും. 89 അംഗ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ജില്ലയിൽ നിന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി KV അബ്ദുൽ ഖാദറിനെയും R ബിന്ദുവിനെയും ഉൾപ്പെടുത്തി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടം നാളെ. ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. കാലിന് പരിക്കുള്ള ഏഴാറ്റുമുഖം ഗണപതിയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടതായി വനം വകുപ്പ്. വന്യജീവികളെ പ്രകോപിപ്പിക്കും വിധം ദൃശ്യങ്ങൾ പകർത്തുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി വനം വകുപ്പ്. ആറാട്ടുപുഴ പൂരം പന്തലുകളുടെ കാൽനാട്ടിൽ നടന്നു. ഏപ്രിൽ 9-നാണ് ആറാട്ടുപുഴ പൂരം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനമെന്ന ആക്ഷേപം. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഘടകക്കാരനായി നിർമ്മിച്ച യുവാവിനെ സ്ഥലം മാറ്റി. ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ഗുരുവായൂർ പേരകത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 8 കോഴികൾ ചത്തു. വാർത്തകൾ വിശദമായി. കൊല്ലത്ത് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം സമാപിച്ചു. 89 അംഗ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. 2 വനിതകൾ ഉൾപ്പെടെ 17 പുതുമുഖങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെട്ടപ്പോൾ KK ശൈലജ, MV ജയരാജൻ, CN മോഹനൻ, PA മുഹമ്മദ് റിയാസ് എന്നിവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതിയ അംഗങ്ങളായി. ജില്ലയിൽ നിന്നുള്ള CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബേബി ജോൺ, NR ബാലൻ, MK കണ്ണൻ എന്നിവരെ ഒഴിവാക്കിയപ്പോൾ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മന്ത്രി R ബിന്ദു എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിൽ പുതുതായി ഉൾപ്പെടുത്തി. നിലവിലുള്ള MM വർഗീസ്, AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, PK ബിജു എന്നിവർ സംസ്ഥാന കമ്മിറ്റിയിൽ തുടരും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് ആനയോട്ടവും കൊടിയേറ്റവും നാളെ നടക്കും. കുംഭത്തിലെ പൂയം നാളിൽ സ്വർണധ്വജത്തിൽ സപ്തവർണ്ണക്കൊടി ഉയരുന്നതോടെ ഗുരുപവനപുരി 10 ദിവസം ഭക്തിയിലാറാടും. തിങ്കളാഴ്ച രാവിലെ ആനയില്ല ശീവേലിയോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകുക. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിക്കാനാണ് ആനയില്ല ശീവേലിയും ആനയോട്ടവും. ദിവസവും ആനപ്പുറത്തേറി എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പൻ ഉത്സവ കൊടിയേറ്റ ദിവസം ആനയില്ലാതെയാണ് എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കുക. കീഴ്ശാന്തി നമ്പൂതിരി തിടമ്പ് കൈകളിലേന്തി 3 പ്രദക്ഷിണം നടന്ന് ശീവേലി പൂർത്തിയാക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിൽ നിന്നാണ് ആനകളെ അയച്ചിരുന്നത്. ക്ഷേത്രത്തിന്റെ ഉടമയായിരുന്ന സാമൂതിരിയുമായുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കൊച്ചി രാജാവ് ഒരിക്കൽ ആനകളെ അയച്ചില്ല. ആന ഇല്ലാത്തതിന്റെ മനോവിഷമത്തിൽ ഭക്തർ മനമുരുകി പ്രാർത്ഥിച്ചുവെന്നും ഈ സമയം തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് അണിയിച്ചൊരുക്കി നിർത്തിയിരുന്ന ആനകൾ കുടമണികൾ കിലുക്കി ഗുരുവായൂരിലേക്ക് ഓടിയെത്തി എന്നുമാണ് ഐതിഹ്യം. ഈ ഐതിഹ്യത്തിന്റെ പെരുമയിലാണ് ഉത്സവ കൊടിയേറ്റ ദിവസം ഇന്നും ആനയില്ലാതെ ശീവേലിയും ആനയോട്ടവും നടത്തുന്നത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. വിദേശികളടക്കം ആയിരങ്ങളാണ് ആനയോട്ടം വീക്ഷിക്കാനെത്തുക. തിരക്ക് കണക്കിലെടുത്ത് പോലീസ് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ആനയോട്ടത്തിന് ശേഷം രാത്രി തന്ത്രി നമ്പൂതിരിപ്പാട് കൊടിയേറ്റവും നിർവഹിക്കും. ദീപാരാധന കഴിഞ്ഞ് ആചാര്യവരണത്തിനു ശേഷമാണ് കൊടിയേറ്റം. 8-ാം വിളക്ക് ദിവസമായ 17-ന് ഉത്സവ ബലിയും 18-ന് പള്ളിവേട്ടയും നടക്കും. 19-ന് രാത്രി ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. TCB ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. ബാലു, ചെന്താമരാക്ഷൻ, ദേവി എന്നീ ആനകളെയാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. ദേവദാസ്, നന്ദൻ എന്നീ ആനകൾ കരുതലായി ഉണ്ടാകും. 10 ആനകളാണ് ആനയോട്ട ചടങ്ങിൽ പങ്കെടുക്കുക. നാളെ ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. ആദ്യം ഓടിയെത്തി ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ കണ്ണൂർ സ്വദേശി കരുവാൻമുളപ്പിൽ ജിജേഷിന്റെ മകൾ ആൻവിയ എന്ന ബാലികയാണ് നറുക്കെടുത്തത്. കുട്ടിക്കും രക്ഷിതാക്കൾക്കും ദേവസ്വം ആചാരപൂർവ്വം സ്വീകരണം നൽകി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ, ആനപ്രേമി സംഘം പ്രസിഡന്റ് KP ഉദയൻ, സജീവൻ നമ്പിയത്ത്, ജയൻ ആലാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു.
ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളുടെ ഭാഗമായ കലശ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് ഗുരുവായൂരപ്പന് സഹസ്ര കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്തു. രാവിലെ ശ്രീവേലി, പന്തീരടി പൂജ എന്നിവയ്ക്ക് ശേഷം പൂജ ചെയ്ത് ചൈതന്യപൂരിതമാക്കിയ 975 വെള്ളിക്കുംഭങ്ങളും 26 സ്വർണ്ണക്കുംഭങ്ങളും കീഴ്ശാന്തി നമ്പൂതിരിമാർ ശ്രീലകത്തെത്തിച്ചു. വാദ്യത്തിന്റെ അകമ്പടിയോടെ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരി ആദ്യം 1000 കലശം അഭിഷേകം ചെയ്തു. തുടർന്ന് വിശേഷവാദ്യങ്ങൾ മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം എന്നിവയുടെ അകമ്പടിയിൽ മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ബ്രഹ്മകലശം എഴുന്നള്ളിച്ചു. ശാന്തിയേറ്റ കീഴ്ശാന്തി മുളമംഗലം ഹരി നമ്പൂതിരി കർക്കരി കലശവും ഓദിക്കൻ കക്കാട് വാസുദേവൻ നമ്പൂതിരി കുംഭേശ കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരി ആദ്യം കുംഭേശ കലശവും പിന്നീട് ബ്രഹ്മകലശവും ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ബ്രഹ്മകലശാഭിഷേകത്തിന് ശേഷം തന്ത്രി ഉച്ചപൂജയും നിർവഹിച്ചു. ബ്രഹ്മകലശാഭിഷേകത്തോടെ 8 ദിവസം നീണ്ടുനിന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമായി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗം സി മനോജ്, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ എന്നിവർ നേതൃത്വം നൽകി. കാലിന് പരിക്കുള്ള ഏഴാറ്റുമുഖം ഗണപതിയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടതായി വനംവകുപ്പ്. ശനിയാഴ്ച വൈകിട്ട് വെറ്റിലപ്പാറ 13-ലെത്തിയ ആന കൂടുതൽ വേഗതയിൽ നടക്കുകയും ആവശ്യത്തിന് തീറ്റയെടുക്കുകയും ചെയ്തു. ഇതിനിടെ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ ഡോക്ടർ രജനും സംഘവും നിരീക്ഷിക്കാനെത്തിയിട്ടുണ്ട്. ശനിയാഴ്ച ഇവർക്ക് ആനയെ കണ്ടെത്താനായില്ല. പുഴയുടെ മറുകരയിലെ പ്ലാന്റേഷൻ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. നിലവിലെ സാഹചര്യത്തിൽ ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നത് തൽക്കാലം ഉണ്ടാകില്ലെന്ന് വാഴച്ചാൽ ഡിഎഫ്ഒ ആർ ലക്ഷ്മി അറിയിച്ചു. വെറ്റിനറി ഓഫീസർമാരുടെ റിപ്പോർട്ട് കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിടുകയുള്ളൂ. ഇതേസമയം ഡോക്ടർമാരുടെ നിരീക്ഷണം തുടരും. വന്യജീവികളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി വനംവകുപ്പ്. റോഡരികിൽ മാർഗതടസ്സമുണ്ടാക്കി ചിത്രങ്ങൾ പകർത്താൻ ശ്രമിക്കുന്ന വിനോദസഞ്ചാരികൾക്കെതിരെയും പെറ്റി കേസെടുക്കാനും തീരുമാനം. കഴിഞ്ഞയാഴ്ച കാടിനകത്ത് കയറി മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയത് വിവാദമായിരുന്നു. ഇത്തരം സംഭവങ്ങൾ വ്യാപകമായതിനെ തുടർന്നാണ് വനംവകുപ്പ് നിയമ നടപടിക്കൊരുങ്ങുന്നത്. ദൃശ്യങ്ങൾ എടുക്കുന്നവരെ വന്യമൃഗങ്ങൾ ആക്രമിച്ചാലും വിമർശനം കേൾക്കേണ്ടി വരുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണെന്നും അതുകൊണ്ടാണ് നിയമങ്ങൾ കർശനമാക്കുന്നതെന്നും വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പറയുന്നു. യൂട്യൂബർമാരെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് വെറ്റിലപ്പാറയിലെ ജനകീയ പ്രതിരോധ സമിതിയും രംഗത്തെത്തിയിട്ടുണ്ട്. പ്ലാന്റേഷൻ തോട്ടത്തിൽ കയറി കുളിക്കടവിലെ ദൃശ്യങ്ങൾ പകർത്തുന്ന സംഭവങ്ങളും ഉണ്ടായതായി സമിതി പ്രവർത്തകർ പറയുന്നു. ഇതിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാൻ കൈതവളപ്പിന് സമീപം ഉയർത്തുന്ന തേവർ പന്തലിനും ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയ്ക്ക് സമീപം ഒരുക്കുന്ന തേവർ സ്വീകരണ പന്തലിനും കാൽനാട്ടി. ക്ഷേത്രം മേൽശാന്തി കൂറ്റമ്പിള്ളി പത്മനാഭൻ നമ്പൂതിരി ഭൂമിപൂജ നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ്, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, K രാജീവ് മേനോൻ, മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ദേശക്കാർ, പൂരം പങ്കാളി ക്ഷേത്ര ഭാരവാഹികൾ, ആറാട്ടുപുഴ ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് കാൽനാട്ട് കർമ്മം നിർവഹിച്ചത്. പ്രസിഡന്റ് രവി ചാക്കോത്ത്, സെക്രട്ടറി K രഘുനന്ദനൻ, ട്രഷറർ U അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PR പവിദാസ്, ജോയിന്റ് സെക്രട്ടറി മധുമംഗലത്ത്, ഓഡിറ്റർ KK വേണുഗോപാൽ എന്നിവർ ഭാരവാഹികളായ ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റി കാൽനാട്ടൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വളരെ നല്ല രീതിയിൽ ഈ വർഷവും പൂരം നടത്തുന്നതിനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടന്നു വരികയാണ്. ദേവസ്വം ബോർഡും ക്ഷേത്ര സമിതികളും അതുപോലെ പൂരം ആഘോഷ കമ്മിറ്റിയും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ വർഷവും വളരെ ഭംഗിയായിട്ട് പൂരം നടത്തുന്നതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടന്നു വരികയാണ്. ആനയെഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലായാലും സമയക്രമവും എല്ലാം കൃത്യമായി പാലിക്കുന്ന രീതിക്കുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇത്തവണ നടന്നു വരുന്നത്. M കൃഷ്ണകുമാർ ആറാട്ടുപുഴയാണ് 2 ബഹുനില വർണ്ണപ്പന്തലുകളുടെ നിർമ്മാണം നടത്തുന്നത്. തേവർ പന്തലിന്റെ ദീപാലങ്കാരം തിരൂർ ക്ലാസിക് സൗണ്ടിന്റെ ഗോപാലകൃഷ്ണനും, തേവർ സ്വീകരണ പന്തലിന്റെ ദീപാലങ്കാരം പാവറട്ടി CJ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ജൻസനുമാണ് നിർവഹിക്കുന്നത്. കൊടിയേറ്റം ഏപ്രിൽ 3-നും തിരുവാതിരവിളക്ക് ഏപ്രിൽ 5-ന് പുലർച്ചെയും, പെരുവനം പൂരം ഏപ്രിൽ 6-നും, ആറാട്ടുപുഴ തറക്കൽ പൂരം ഏപ്രിൽ 8-നും, ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നുമാണ്. TC വിനോസ്, തൃശൂർ.
ചരിത്രത്തിലാദ്യമായി കഴകം പ്രവർത്തിക്ക് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തിയ ഈഴവ സമുദായത്തിൽ നിന്നുള്ളയാളെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഓഫീസ് ജോലികൾക്കായി മാറ്റി. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ എഴുതി പാസായി നിയമനം ലഭിച്ച തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ബാലുവിനെയാണ് താൽക്കാലികമായി കഴകം പ്രവൃത്തിയായ ക്ഷേത്രത്തിലെ മാലകെട്ടലിൽ നിന്നും മാറ്റി ഓഫീസ് ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. ബാലു ജോലിക്ക് പ്രവേശിച്ച നാൾ മുതൽ തന്ത്രിമാർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് എത്താതെ പ്രതിഷേധത്തിലായിരുന്നു. വാര്യർ സമാജം ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാര്യർ സമുദായ അംഗങ്ങൾക്കാണ് സാധാരണ കാരായ്മ കഴകപ്രവൃത്തികൾ ഉണ്ടാവുക. കൂടൽമാണിക്യത്തിലും അത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴകപ്രവൃത്തി ചെയ്തു വരുന്ന കാരായ്മ വാര്യർ സമുദായത്തിൽപ്പെട്ട കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഏതറ്റം വരെ പോകുന്നതിനും വാര്യർ സമുദായം തയ്യാറുമാണ്. ഇരിങ്ങാലക്കുടയിലത്തെ കേസിൽ വേണ്ടി വന്നതിന് ഹൈക്കോടതിയിൽ കക്ഷി ചേർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ കാരായ്മ അവകാശം നേടിയെടുക്കാനായിട്ട് സമാജം എന്നും അതിൻ്റെ ഒപ്പം ഉണ്ടാവും. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ശുദ്ധികർമ്മങ്ങൾക്ക് തന്ത്രിമാർ തടസ്സം വരുത്തുമെന്നത് മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇതു സംബന്ധിച്ച് നൽകിയ കേസിൽ വിധി വരുന്നതുവരെ കഴകപ്രവൃത്തിയിൽ നിന്നും ഇയാളെ മാറ്റി നിർത്തിയതെന്നാണ് ലഭിക്കുന്ന സൂചന. പകരം പിഷാരടി സമുദായത്തിൽ നിന്നൊരു അംഗത്തിനാണ് മാല കെട്ടുന്ന ചുമതല നൽകിയിരിക്കുന്നത്. ജോലിക്ക് കയറിയ നാൾ മുതൽ ബാലുവിന് ക്ഷേത്രത്തിലെ തന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഭ്രഷ്ട് കൽപ്പിച്ചതുപോലുള്ള പെരുമാറ്റത്തെ തുടർന്ന് രാജിവെച്ച് പോകുവാൻ പോലും തയ്യാറായിരുന്നതായാണ് വിവരം. പിന്നീട് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ബഹിഷ്കരിക്കുമെന്ന തന്ത്രിമാരുടെ ഭീഷണിക്ക് മുന്നിൽ തൽക്കാലം ഇദ്ദേഹത്തെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഇത് ക്ഷേത്രത്തിൽ നടക്കുന്ന സാധാരണ ജോലിമാറ്റം മാത്രമാണെന്നാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ CK ഗോപിയുടെ വിശദീകരണം. തന്ത്രിമാര് അദ്ദേഹത്തിനെ നിയമിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് കത്ത് തന്നിരുന്നു. അതിന് തൃപ്തികരമായ രീതിയിലുള്ള മറുപടി തന്ത്രി പ്രതിനിധികൾക്ക് നൽകിയിട്ടുണ്ട്. സമയത്ത് തന്നെ സർക്കാർ ഉത്തരവ് നടപ്പിലാക്കലാണ് ദേവസ്വം ബോർഡ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചുമതല. ഇതിൽ യാതൊരു മാറ്റില്ല എന്നവരെ അസന്ധിഗ്ധമായിട്ട് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അത് ഏത് സമയത്തും അഡ്മിനിസ്ട്രേറ്റർക്കും മാനേജ്മെൻറ്റ് കമ്മിറ്റിയെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. ഗുരുവായൂർ പേരകത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 8 കോഴികൾ ചത്തു. മല്ലാട് കൂവക്കാട്ടിൽ ഷംസുദ്ദീന്റെ വീട്ടിലെ കോഴികളാണ് ചത്തത്. വീടിനോട് ചേർന്ന് ഇരുമ്പ് വല കൊണ്ട് നിർമ്മിച്ച കൂട്ടിലായിരുന്നു കോഴികൾ. രാവിലെയാണ് കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വല മുറിച്ച നിലയിലായിരുന്നു. കൂട്ടിലുണ്ടായിരുന്ന 2 താറാവുകളെ ആക്രമിച്ചിട്ടില്ല. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ലഹരിക്കും അക്രമത്തിനുമെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്മമാരുടെ നോൺ വാക്ക് സംഘടിപ്പിച്ചു. തൃശൂർ നടുവിലാലിൽ നിന്നും ആരംഭിച്ച നോൺ വാക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ രഹസ്യ പിന്തുണയോടെയാണ് ലഹരി അക്രമ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 70-ലേറെ പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നത് എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ്. സംസ്ഥാനത്തിന്റെ സമാധാനാന്തരീക്ഷം CPM തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ U വഹീദ, R ലക്ഷ്മി, VK മിനിമോൾ, രജനി രമാനന്ദ്, ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, സംസ്ഥാന ഭാരവാഹികളായ സുബൈദ മുഹമ്മദ്, സ്വപ്ന രാമചന്ദ്രൻ, രാജലക്ഷ്മി കുറുമാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ഥിരം കുറ്റവാളിയും കൊലപാതക കേസിലെ പ്രതിയുമായ യുവാവിനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ജയിലിലടച്ചു. വെട്ടിക്കാട്ടിരി പാളയംകോട്ടുകാരൻ വീട്ടിൽ റജീബിനെയാണ് തൃശൂർ ജില്ലാ കളക്ടർ 6 മാസത്തേക്ക് കരുതൽ തടങ്കലിൽ കാപ്പ ചുമത്തി ഉത്തരവിട്ടത്. പോർക്കുളം തിരുത്തിക്കാട് ബണ്ടിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ മാലിന്യങ്ങൾ നിറയുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ബണ്ടിൽ നിന്ന് പുറത്തുവിടുന്ന വെള്ളം കറുത്ത നിറത്തിലാണ്. ഈ വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുന്നത് നെൽച്ചെടികളുടെ വിളവിനെ ബാധിക്കുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. മുൻപ് തിരുത്തിക്കാട് ബണ്ടിൽ വെള്ളം ശേഖരിക്കുന്ന പാടത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ഇറക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഇത് നിലച്ചു. ഇതോടെ ബണ്ടിൽ കുളവാഴകൾ നിറഞ്ഞു തുടങ്ങി. കൃഷി ചെയ്തിരുന്ന കാലത്ത് ബണ്ടിലെ വെള്ളം മലിനമായിരുന്നില്ലെന്ന് കർഷകർ പറഞ്ഞു.
തിരുത്തിക്കാട് ബണ്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിന് മുൻപ് ഇടത്തോടുകൾ വൃത്തിയാക്കാറുണ്ട്. എന്നാൽ ബണ്ടിൽ വെള്ളം നിറയ്ക്കുന്ന സ്ഥലം വൃത്തിയാക്കാൻ നടപടിയെടുക്കുന്നില്ലെന്ന് കർഷകർ ആരോപിച്ചു. ബണ്ടിൽ മാലിന്യങ്ങൾ തള്ളുന്നത് തടയാനും നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒളരിക്കര ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി സമാപന സമ്മേളനം പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ ശതാബ്ദി സ്മരണിക പ്രകാശനം ഡെപ്യൂട്ടി മേയർ ML റോസി നിർവഹിച്ചു. ചടങ്ങിൽ ശില്പി സുരേഷ്, നാഷണൽ പവർ ലിഫ്റ്റർ, ഫിറ്റ്നസ് ട്രെയിനർ TK ഷെല്ലി എന്നിവരെ ആദരിച്ചു. പ്രധാനാധ്യാപിക CA ജാൻസി, കൗൺസിലർമാരായ K രാമനാഥൻ, N പ്രസാദ് എന്നിവർ സംസാരിച്ചു. നമ്പഴിക്കാട് KPSC ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വയോജനവേദിയുടെയും മഹിളാവേദിയുടെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ പ്രകൃതി പഠനയാത്ര സംഘടിപ്പിച്ചു. പോർക്കുളം പഞ്ചായത്തിലെ കലശമല ടൂറിസ്റ്റ് കേന്ദ്രവും ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ കുളവെട്ടി മരങ്ങൾ നിൽക്കുന്ന താഴ്വരയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് സംഘം സന്ദർശിച്ചത്. കലശമലയെക്കുറിച്ചും വംശനാശ ഭീഷണി നേരിടുന്ന കുളവെട്ടി മരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അഗതിയൂർ നാസർ മെമ്മോറിയൽ വായനശാല ഭാരവാഹിയും പരിസ്ഥിതി പ്രവർത്തകനുമായ TK ബാലൻ സംഘാംഗങ്ങളോട് വിശദീകരിച്ചു. നമ്പഴിക്കാട് KPSC വായനശാല പ്രസിഡന്റ് KS സോണിയ, MR വർഗീസ് എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഞാൻ പറഞ്ഞിടാം കൊത്തി കൊക്കു തുറന്നു തിരിക്കാൻ ഇടവേള. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി 50 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതികളുമായി തൃശൂർ കേരള വിഷന്റെ മാർച്ച് 31 വരെ മാസം തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഒരു EV സ്കൂട്ടറും മറ്റ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും. ഓരോ 250 രൂപയുടെ വരിസംഖ്യയ്ക്കും ഒരു സമ്മാന കൂപ്പൺ കേരള വിഷൻ വരിക്കാർക്ക് ലഭിക്കും. സൂപ്പർ ബമ്പർ സമ്മാനമായി ഒരു EV കാർ, 5 ഇൻവെർട്ടർ AC, 5 വാഷിംഗ് മെഷീൻ, 5 ആൻഡ്രോയിഡ് TV, കൂടാതെ 5000 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ. ഇന്ന് തന്നെ കേരള വിഷൻ ഓപ്പറേറ്ററിൽ നിന്നും നിങ്ങളുടെ സമ്മാന കൂപ്പൺ ഉറപ്പുവരുത്തുക. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ ആൾക്കൂട്ടത്തിൽ ചിലർ വേറിട്ട ശബ്ദങ്ങൾ, മുന്നേറ്റങ്ങൾ എന്ന പേരിൽ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യമാവുകയും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത വ്യക്തിത്വങ്ങളെ നേരിട്ടറിയാനും പരിചയപ്പെടാനുമുള്ള വേദിയിൽ തൃശൂരിലെ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയായ സൊലസ് സാരഥി ഷീബ അമീർ, ഉപഭോക്തൃ നിയമ വ്യവഹാരങ്ങളിലെ ശ്രദ്ധേയനും സാംസ്കാരിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് AD ബെന്നി, വിദ്യാഭ്യാസ വിചക്ഷണനും പ്രഭാഷകനുമായ PL ജോമി എന്നിവർ മുഖ്യാതിഥികളായി. എഴുത്തുകാരൻ PMM ഷെറീഫ് അധ്യക്ഷത വഹിച്ചു. ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത്, സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, ഫോറം സെക്രട്ടറി PRK ചേനം, രാജലക്ഷ്മി മാനഴി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ സാഹിത്യവേദി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി BBA, LLB എന്നിവയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രദ്ധ സുരേന്ദ്രനെ അരിമ്പൂരിലെ വസതിയിലെത്തി ആദരിച്ചു. സാഹിത്യവേദി പ്രസിഡന്റ് കൃഷ്ണകുമാർ മാപ്രാണം ഉപഹാരം കൈമാറി. ഷീന കാർത്തികേയൻ, VU സുരേന്ദ്രൻ, ജബീറ ബീഗം, ജയലക്ഷ്മി, ബാബുരാജ്, KM മുഹമ്മദ്, അഷ്റഫ് അമ്പയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. MLAയുടെ ആസ്തി വികസന പദ്ധതി പ്രകാരം തളിക്കുളത്ത് നിർമ്മിച്ച 4 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ഇടശ്ശേരി, പടിഞ്ഞാറ്, കിഴക്ക്, പത്താങ്കല്ല് സെന്റർ, കച്ചേരിപ്പടി സെന്റർ എന്നിവിടങ്ങളിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചത്. ദേശീയപാത അതോറിറ്റിയുടെ നടപടിക്രമങ്ങൾ മൂലം 1 വർഷത്തോളം ഈ പദ്ധതി വൈകിയിരുന്നു.
പഞ്ചായത്തിന്റെ ആവശ്യപ്രകാരം 16 ലക്ഷം രൂപയിൽ പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം മലപ്പാട് സെക്ഷനാണ് പദ്ധതി നിർവഹണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല തുടങ്ങിയവർ സംസാരിച്ചു. റംസാൻ നോമ്പിന്റെ വിശുദ്ധിയിൽ മതസൗഹാർദ്ദവും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃകയും പെരുമയും ആവുകയാണ് തൃശൂർ ചിട്ടിയങ്ങാടി ഹനഫി ജുമാ മസ്ജിദിലെ നോമ്പുകാലത്തെ ആരോഗ്യപ്രദമായ ഔഷധ കഞ്ഞി വിതരണം. നൂറ്റാണ്ടുകളുടെ വിശ്വാസ പാരമ്പര്യമുള്ള തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ നോമ്പുകാലത്തോടനുബന്ധിച്ച് നടത്തുന്ന കഞ്ഞി വിതരണത്തിനും ദശാബ്ദങ്ങളുടെ പഴമയും സാഹോദര്യത്തിന്റെ പെരുമയുമുണ്ട്. ഓട്ടോ ഡ്രൈവറായ മുടിക്കോട് സ്വദേശി യാറത്ത് വളപ്പിൽ റഫീഖാണ് 46 വർഷമായി നോമ്പുതുറയ്ക്ക് മസാലക്കഞ്ഞി തയ്യാറാക്കുന്നത്. 14-ാം വയസ്സിൽ പള്ളിയിലെത്തി സഹായിയായി തുടങ്ങിയതാണ് റഫീഖിന്റെ ഈ ഔഷധക്കഞ്ഞി പാചകം. വിവിധ തരം ഔഷധ കൂട്ടുകളടങ്ങിയ മസാലകൾ ചേർത്തുണ്ടാക്കുന്ന പോഷക സമൃദ്ധമായ മസാലക്കഞ്ഞിയുടെ ചേരുവകൾ റഫീഖിന് പകർന്നു നൽകിയത് പള്ളിയിൽ ഇമാമായി സേവനമനുഷ്ഠിച്ചിരുന്ന തിരുനെൽവേലി സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് മിസ്ബാഹിയായിരുന്നു. നോമ്പുകാലത്തെ സാധാരണ ദിവസങ്ങളിൽ മസാലക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും തയ്യാറാക്കുന്ന അതിവിശിഷ്ട സ്വാദുള്ള മട്ടൻ കഞ്ഞി ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. 2 വലിയ ആടുകളെയാണ് കഞ്ഞി തയ്യാറാക്കാനായി എടുക്കുന്നത്. നെയ്ച്ചോർ അരിയാണ് പാചകത്തിനായി ഉപയോഗിക്കുന്നത്. ഉലുവ, ആശാളി, നല്ല ജീരകം, അയമോദകം, മഞ്ഞൾ തുടങ്ങിയ നിരവധി ഔഷധങ്ങൾ ചേർത്താണ് കഞ്ഞി തയ്യാറാക്കുന്നത്. റഫീഖ് ഒറ്റയ്ക്കാണ് പാചകം മുഴുവൻ ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അസർ നമസ്കാരത്തിന് ശേഷമാണ് കഞ്ഞി നൽകി തുടങ്ങുക. നോമ്പ് തുറയ്ക്കുള്ള കഞ്ഞി കൊടുത്തുവിടാനുള്ള സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ഈ മാസം 23-ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ബംഗാളിൽ നിന്ന് പാചകക്കാരനെ കൊണ്ടുവന്ന് നോമ്പുതുറ സംഘടിപ്പിക്കുന്നുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 35,000 രൂപയും വിശേഷ ദിവസങ്ങളിൽ 40,000 രൂപയോളം കഞ്ഞിക്ക് ചിലവ് വരുമെന്നും വിശ്വാസികൾ തരുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് റംസാൻ കഞ്ഞി വിതരണം മുടങ്ങാതെ തുടർന്നു കൊണ്ടുപോകാനാകുന്നതെന്നും പള്ളി കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ബാസിദ് പറഞ്ഞു. റംസാനിലെ ഈ കഞ്ഞി വളരെ പ്രശസ്തമായൊരു മഴ ഔഷധ കൂട്ടായൊരു കഞ്ഞിയാണിത്. ഇന്ന് വെള്ളിയാഴ്ച പ്രത്യേകിച്ച് 2 ആടിൻ്റെ ഇറച്ചി ഇട്ടിട്ടാണ് ഇന്നത്തെ മസാല കഞ്ഞി. അതിന് തന്നെ ഏകദേശം 40,000 രൂപയോളം ഇതിന് തന്നെ വരുന്നുണ്ട്. ഈ നാട്ടുകാരായ എല്ലാവരും തന്നിട്ടുള്ള സഹായം കൊണ്ടാണ് ചെയ്യുന്നത്. ജാതി മതം നോക്കാതെ ഇതെല്ലാവർക്കും നിർലോഭമായി ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശൂരിന്റെ പെരുമ പേറുന്ന ഇത്തരം ഒരു കഞ്ഞി മറ്റൊരിടത്തും ലഭിക്കില്ല എന്നതിനാൽ തന്നെ ജാതിമത ഭേദമന്യേ എല്ലാവരും ഇവിടെ നിന്ന് കഞ്ഞി കൊണ്ടുപോകാറുണ്ട്. പള്ളി കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ബാസിദ്, പ്രസിഡന്റ് ഖയാത്ത് ഖാൻ, സിയാദ് മുത്തവല്ലി, ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പള്ളി കമ്മിറ്റി ഭാരവാഹികൾ തന്നെയാണ് മസാലക്കഞ്ഞി വിതരണത്തിനും നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് TCV. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വേറിട്ട രീതികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി കൊടകര പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സിക്കിമിലേക്ക് പഠനയാത്ര നടത്തി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് KG രജീഷ്, സെക്രട്ടറി ബിന്ദു G നായർ എന്നിവരടങ്ങിയ 21-അംഗ സംഘമാണ് കിലയുടെ സഹായത്തോടെ സിക്കിം സന്ദർശിച്ചത്. ഒരാഴ്ച നീണ്ട പഠനയാത്രയിൽ സിക്കിം സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കി വരുന്ന മാലിന്യ സംസ്കരണ പദ്ധതികളെക്കുറിച്ച് സംഘം മനസ്സിലാക്കി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കൊടകര പഞ്ചായത്തിൽ നടപ്പാക്കി വരുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സിക്കിമിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗങ്ങളിൽ പ്രസിഡന്റ് അമ്പിളി സോമൻ വിശദീകരിച്ചു. help our waste management system. It's a important role in our Gram Panchayat. CSR fund, public-private participation. എരുമപ്പെട്ടി മെർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം നടത്തി. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് റോബർട്ട് ആൻഡോ അധ്യക്ഷനായി. ഡെന്നി ചുങ്കത്ത്, VS ശ്രീജൻ, CN മാധവൻ, ബിജു ആൽഫ, ഫസലു റഹീം തുടങ്ങിയവർ സംസാരിച്ചു.
പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആധികാരിക രേഖകൾ ഉറപ്പാക്കുന്നതിനും ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കുന്നതിനും ചെയ്യുന്നതിന് നടപ്പാക്കി വരുന്ന അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ രണ്ടാംഘട്ട ക്യാമ്പ് വെള്ളിക്കുളങ്ങരയിൽ സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി, മറ്റത്തൂർ, തൃക്കൂർ, കോടശ്ശേരി പഞ്ചായത്തുകളിൽ നിന്നുള്ള 173 പേർക്ക് വിവിധ ഇനങ്ങളിലായി 272 സേവനങ്ങൾ ലഭിച്ചു. സബ് കളക്ടർ അഖിൽ വി മേനോൻ, ജില്ലാ ട്രൈബൽ ഓഫീസർ ഹെറാൾഡ് ജോൺ, തഹസിൽദാർ കെ.എ. ജേക്കബ്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സവിത പി ജോയ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അശ്വതി വിബി, കലാപ്രിയ സുരേഷ്, സുന്ദരി മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബി.ജെ.പി. തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുന്നംകുളം നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി M.T. രമേശ് ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. ജില്ലാ നേതാക്കളായ K.R. അനീഷ്, ദയാനന്ദൻ മാമ്പുള്ളി, K.S. രാജേഷ്, ധന്യ രാമചന്ദ്രൻ, അനീഷ് ഇയാൽ, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് P.J. ജെബിൻ എന്നിവർ നേതൃത്വം നൽകി. 3 കിലോമീറ്റർ മാരത്തോണിൽ ആദ്യാവസാനം പങ്കെടുത്ത് 2 വയസ്സുകാരി ഹെയ്സൽ ഷിറിൻ, കൈപ്പമംഗലം 3 പീടിക മതിലകത്ത് വീട്ടിൽ പ്രവാസിയായ അബ്ദുൽ ഖാദറിന്റെയും നസീമയുടെയും മകളായ ഹെയ്സൽ ഷിറിനാണ് മറൈൻ ഡ്രൈവിൽ നടന്ന മാരത്തോണിൽ ആദ്യാവസാനം പങ്കെടുത്ത് ശ്രദ്ധേയമായത്. ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് യൂണിയനും ഓറഞ്ച് ക്ലബ്ബും സംയുക്തമായാണ് മറൈൻ ഡ്രൈവിൽ മാരത്തോൺ സംഘടിപ്പിച്ചത്. മാതാവ് നസീമയും സഹോദരി നിയാഷ് ഷിറിൻ തുടങ്ങിയ കുടുംബാംഗങ്ങളും ഹേസലിനോടൊപ്പം മാരത്തോണിൽ പങ്കെടുത്തു. ജില്ലയിലെ പ്രമുഖ കായലോര വിനോദസഞ്ചാര കേന്ദ്രമായ പുള്ളിൽ 1 കോടി രൂപയിലേറെയുള്ള വികസന പ്രവർത്തനത്തിനൊരുങ്ങി ചാഴൂർ പഞ്ചായത്ത്. ടൂറിസം വകുപ്പുമായി കൈകോർത്താണ് പുള്ള് വിനോദസഞ്ചാര കേന്ദ്രം വികസന കുതിപ്പിനൊരുങ്ങുന്നത്. കായലോര സൗന്ദര്യവും ജലസവാരിയും തട്ടുകട രുചി വൈവിധ്യവും ആസ്വദിക്കാനായി നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന പുള്ള് മനക്കൊടി പാലം പരിസരത്താണ് 82,62,000 രൂപയുടെ പുള്ള് കോൾപ്പടവ് ടൂറിസം പദ്ധതിക്ക് ഭരണാനുമതിയായിരിക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടപ്പിലാക്കുന്ന ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വകുപ്പിന്റെ 50 ലക്ഷം രൂപയും ചാഴൂർ പഞ്ചായത്തിന്റെ 32,62,700 രൂപയും ചേർത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. ചാഴൂർ പഞ്ചായത്തിൻ്റെ 2024-25 വർഷത്തെ പദ്ധതിയിൽ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഈ പുള്ള് ടൂറിസം സെൻറ്റർ എന്ന പ്രോജക്റ്റ്. ഇതിൽ വകയിരുത്തിയുള്ള ആകെ സംഖ്യ എന്ന് പറയുന്നത് 52,66,700 രൂപയാണ്. അതിൽ പരമാവധി വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന സംഖ്യ 50 ലക്ഷം രൂപയാണ്. ബാക്കി വരുന്ന 32,66,700 രൂപ പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ അതിൻ്റെ വികസന ഫണ്ട് ആണ്. ടൂറിസം വകുപ്പ് ഈ അടുത്ത ദിവസമാണ്, 3 ദിവസം മുൻപാണ് അതിൻ്റെ അനുമതി നൽകിയത്. പുള്ള് മനക്കൊടി പാലം പരിസരത്ത് അന്തിക്കാട്ട് പടവിനോട് ചേർന്നുള്ള ഇറിഗേഷൻ കനാൽ ബണ്ടിലാണ് വികസന പദ്ധതി നടപ്പാക്കുക. ബണ്ട് വീതി കൂട്ടി ഇരുവശങ്ങളും കെട്ടി സംരക്ഷിച്ച് ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കുകയും ടൈൽ പാകുകയും ചെയ്ത് ഉദ്യാനവും ദീപാലങ്കാരവും ഒരുക്കി മനോഹരമാക്കുവാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. 1 വർഷത്തിനകം പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K.S. മോഹൻദാസ് TCVയോട് പറഞ്ഞു. KLDC ഉടമസ്ഥയിലുള്ള 3 മീറ്റർ വീതിയിലുള്ള സ്ഥലം വീതി കൂട്ടി ഒരു 100-150 മീറ്ററോളം സ്ഥലത്ത് നീളത്തിൽ അത്രയും ഭാഗത്ത് മണ്ണിട്ട് നികത്തി സൈഡ് കെട്ടി ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ വിധത്തിലുള്ള ഇരിപ്പിടങ്ങളും അതിൻ്റെ ഒരു ഹാൻഡ് റെയിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളും അതുപോലെ അലങ്കാര മുളച്ചെടികളും കൂടി വെച്ചുപിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാലത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 23 ലക്ഷം രൂപ ചെലവഴിച്ച് ശുചിമുറിയും ടീ സ്നാക്ക് പാർലറും KLDCയുടെ അനുമതിയോടെ സ്ഥാപിക്കുവാനും ചാഴൂർ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു കഴിഞ്ഞു. ജില്ലയിലെ പ്രമുഖ കായലോര വിനോദ കേന്ദ്രമായ പുള്ളിൽ 1 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അനുമതിയായിരിക്കുന്നത്. പുള്ള് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നും ക്യാമറാമാൻ സിബി പോട്ടോനോടൊപ്പം അഗസ്റ്റിൻ TCV ന്യൂസ്. തിരുവില്ലാമലയിലെ മികച്ച ജൈവ പച്ചക്കറി കർഷകയും ഹരിതകർമ്മ സേനാംഗവുമായ വിജയകുമാരിയെ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തിരുവില്ലാമല PAN മേനോൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉഷ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബീന സന്തോഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം പത്മാവതി, മഹിളാ കോൺഗ്രസ് മുതിർന്ന നേതാവ് ജയശ്രീ എന്നിവർ സംസാരിച്ചു.
തിരുവില്ലാമല കണിയാർക്കോട് കരിങ്കുറ്റി അയ്യപ്പൻകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് നടത്തുന്ന കൾച്ചറൽ പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനം നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു. തെക്കുമുറി ദേശം പ്രസിഡന്റ് പന്തലൂർ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ശ്രീനിവാസൻ, മുരളി കൊലാറമ്പത്ത്, മധു, ഗോകുലൻ, തൃപ്പാളൂർ ശിവൻ, ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ കുന്നത്തറ അംഗൻവാടിയിൽ അംഗൻവാടി കം ക്രഷ് പദ്ധതിക്ക് തുടക്കമായി. പഴയന്നൂർ പഞ്ചായത്തിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായി. CDPO KC കോമളവല്ലി, പഞ്ചായത്ത് അംഗം KM അസീസ്, റിട്ടയർഡ് ക്യാപ്റ്റൻ T രാധാകൃഷ്ണൻ, VA കുർഷിദ്, ICDA സൂപ്പർവൈസർ സിജി എന്നിവർ സംസാരിച്ചു. SKSSF പന്നിത്തടം യൂണിറ്റ് സഹചാരി സെന്റർ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. പന്നിത്തടം സുഹറ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് ദാരിമി ഉദ്ഘാടനം ചെയ്തു. സഹചാരി സെന്റർ ചെയർമാൻ ഹാഫിൾ റഫീഖ് ഫൈസി പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുദരിൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സാലിഹ് ഹാൻവരി, ചേകന്നൂർ റംസാൻ, സമസ്ത ജില്ലാ മുഷാവറ അംഗം സിദ്ദിഖ് ബദരി, മഹല്ല് പ്രസിഡന്റ് സിംല ഹസൻ, VS അബൂബക്കർ, ഹിൽട്ടൺ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനം കുറിച്ച് ആറാട്ട് നടന്നു. ക്ഷേത്രത്തിൽ നിന്ന് മന്ദാരപ്പള്ളിയിലേക്ക് ആറാട്ട് എഴുന്നള്ളിപ്പിലും തുടർന്ന് മന്ദാരക്കടവിൽ നടന്ന ആറാട്ടിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുടർന്ന് അന്നദാനവും ഉണ്ടായി. ക്ഷേത്ര ഭാരവാഹികളായ സുനിൽകുമാർ കൈമാപ്പറമ്പിൽ, സെക്രട്ടറി ശ്രീധരൻ കളരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള പ്രദേശ് കസ്തൂർബ ഗാന്ധി ദർശൻ വേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമവും വിവിധ മേഖലയിൽ നിന്നുള്ള വനിതകളെ ആദരിക്കുകയും ചെയ്തു. കസ്തൂർബ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ജനറൽ കൺവീനർ രേണുക മേനോൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P ലൈല അധ്യക്ഷത വഹിച്ചു. ലീല കൃഷ്ണൻ, പ്രൊഫസർ VA വർഗീസ്, ബിന്ദു ടോജോ, ശൈലജ വിശ്വനാഥൻ, TL ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത ചൂടിന് ആശ്വാസമായി മഴയെത്തും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അക്കിക്കാവ് നന്മ ക്ലബ്ബ് സൗജന്യ നേത്രരോഗ തിമിര നിർണയ ക്യാമ്പ് നടത്തി. അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജ് ഹാളിൽ നടന്ന ക്യാമ്പിൽ ഡോക്ടർ ജിൻസി പരിശോധന നടത്തി. ക്യാമ്പിന് നന്മ ക്ലബ്ബ് ഭാരവാഹികളായ VM സുനിൽ, P പ്രവീൺകുമാർ, AM നാസർ, അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, ജമാൽ, സഗീർ, KA ജ്യോതിഷ്, രാമകൃഷ്ണൻ, രാജൻ, കുട്ടൻ, അപ്പു, രേഖ, ജയറാം എന്നിവർ നേതൃത്വം നൽകി. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ചാവക്കാട് മത്സ്യഭവന്റെ മികച്ച മത്സ്യകർഷകൻ അവാർഡ് കരസ്ഥമാക്കിയ CK സെബിയെ എളവള്ളി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ചിറ്റാറ്റുകര ജനശക്തി സെന്ററിന് സമീപം നടന്ന അനുമോദന സദസ്സ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിബിൻ സെബി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ സിജോ ജോസ്, ദൃശ്യ മണികണ്ഠൻ, അതുൽ ജസ്റ്റിൻ, TS ദൃശ്യ, എബിൻ റോബിൻ, ജെനിൽ ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ലഹരി മാഫിയയ്ക്കെതിരെ നടപടിയെടുക്കാതെ സർക്കാർ ഉറക്കം നടിക്കുന്നുവെന്നാരോപിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ചാവക്കാട് സെന്ററിൽ സംഘടിപ്പിച്ച നൈറ്റ് അലർട്ട് സമരപരിപാടി മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത്, ജില്ലാ ലീഗ് ഭാരവാഹികളായ PV ഉമ്മർ കുഞ്ഞി, PK അബൂബക്കർ, MV ഷക്കീർ, KK ഹംസക്കുട്ടി, അസീസ് താണിപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. അമല ഫെലോഷിപ്പ് കൊടുങ്ങല്ലൂർ യൂണിറ്റ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബാലാനുബോധിനി UP സ്കൂളിൽ നടന്ന ക്യാമ്പ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അമല ഫെലോഷിപ്പ് യൂണിറ്റ് പ്രസിഡന്റ് P രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ മുഖ്യാതിഥിയായിരുന്നു. സംയുക്തമായിട്ട് നടത്തപ്പെടുന്ന ഈ ക്യാമ്പ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ പ്രഖ്യാപിക്കും.
കോടാലി മുരിക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ഈ മാസം 15-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 6 ആനകളെ അണിനിരത്തിയുള്ള പൂരം എഴുന്നള്ളിപ്പും വിവിധ സെറ്റുകളുടെ കാവടിയാട്ടവും ഉണ്ടാകും. മേളത്തിന് പെരുവനം സതീശൻ മാരാരും കൊടകര ഉണ്ണിയും നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സുധീഷ് തുമ്പരത്തി, സെക്രട്ടറി ബാബു ചലമ്പട്ടശ്ശേരി, വൈസ് പ്രസിഡന്റ് മഹേഷ് മണലായി, നോമിനി രഞ്ജിത്ത് കുമുള്ളി എന്നിവർ പങ്കെടുത്തു. മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രം ട്രസ്റ്റിന്റെ വേല മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 11 ദേശങ്ങൾ ഉത്സവത്തിൽ പങ്കാളികളാകും. വിവിധ ദേശങ്ങളിൽ നിന്നായി 15 ആനകൾ അണിനിരക്കും. ക്ഷേത്രം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PS രവീന്ദ്രൻ, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘം കയ്പമംഗലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MT അനുസ്മരണവും വനിതാ ദിനത്തോടനുബന്ധിച്ച് MTയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന ചർച്ചയും സംഘടിപ്പിച്ചു. പൗലോസ് മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BS ശക്തിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ജുഹാസ് കരയാവട്ടത്ത് അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം പഞ്ചായത്ത് സെക്രട്ടറി TH ഹാരിസ്, എഴുത്തുകാരികളായ ഷീമ, ഡോക്ടർ ഷെറീമ, ഹണി, സ്മിജ മധു, നൂർജഹാൻ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. ലക്ഷക്കണക്കിന് മഞ്ജുവിന്റെ പുതിയ, ഇന്നത്തെ ആളുകളുടെ ഭാഷയിൽ പറഞ്ഞ പുതിയ മേക്ക് ഓവർ അങ്ങനെ അവരുടെ ഹൃദയത്തിലേക്ക് കടത്തിവിട്ടു. പത്മശ്രീ ലഭിച്ച ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം മുഖ്യ രക്ഷാധികാരി, സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് CS വൈദ്യനാഥന് പൗരസ്വീകരണം നൽകി. വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല ഹാളിൽ നടന്ന സ്വീകരണം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി, വടക്കാഞ്ചേരി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ, എങ്കക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം ജനറൽ സെക്രട്ടറി PN വൈശാഖ്, ജനറൽ കൺവീനർ PK രാജേഷ്, PN രാജൻ, VV ഫ്രാൻസിസ്, വേണുഗോപാൽ അണ്ടങ്ങാട്ട് തുടങ്ങിയവർ സന്നിഹിതരായി. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ നേതൃത്വത്തിൽ ആദരണ ചടങ്ങ് നടന്നു. മാധ്യമപ്രവർത്തക KS ശ്രുതി ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ അധ്യക്ഷയായി. ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ മെഹറൂഫ്, സാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ, ദേവസൂര്യ വനിതാവേദി ചെയർപേഴ്സൺ സജിത വിജയൻ, ബാലവേദി പ്രസിഡന്റ് AD ശ്രീനന്ദ, സീനിയർ സിറ്റിസൺസ് രക്ഷാധികാരി പ്രഭാകര മാരാർ, സിജി ലിജോ, VP പ്രിൻസി, ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8000 രൂപ, പവന് 64,000 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3402 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം കൊല്ലത്ത് സമാപിച്ചു. CPM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തുടരും. 89 അംഗ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ജില്ലയിൽ നിന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി KV അബ്ദുൽ ഖാദറിനെയും R ബിന്ദുവിനെയും ഉൾപ്പെടുത്തി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടം നാളെ. ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ തിരഞ്ഞെടുത്തു. കാലിന് പരിക്കുള്ള ഏഴാറ്റുമുഖം ഗണപതിയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടതായി വനംവകുപ്പ്. വന്യജീവികളെ പ്രകോപിപ്പിക്കും വിധത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി വനംവകുപ്പ്. ആറാട്ടുപുഴ പൂരം പന്തലുകളുടെ കാൽനാട്ടിൽ നടന്നു. ഏപ്രിൽ 9-നാണ് ആറാട്ടുപുഴ പൂരം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനമെന്ന ആക്ഷേപം. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കഴകക്കാരനായി നിയമിച്ച യുവാവിനെ സ്ഥലം മാറ്റി.
ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ഗുരുവായൂർ പേരകത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 8 കോഴികൾ ചത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.